ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് LDCയുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്ത് തുടങ്ങി. ആദ്യമായിട്ട് വന്നത് വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് PSC ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വയനാട് ജില്ലയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത മാർക്കും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാട് ജില്ലയിൽ ടോട്ടൽ ആളുകൾ ഉൾപ്പെട്ടത് 339 പേരാണ്. വയനാട് ജില്ലയിൽ മൊത്തം ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം. ഇവിടെ കട്ട് ഓഫ് വന്നത് 67.67 മാർക്കാണ് വയനാട് ജില്ലയിൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ആദ്യമായിട്ട് ഈഴവ തീയ ബില്ലവ വിഭാഗത്തിൽ എത്ര പേരുണ്ട്? 82 പേരുണ്ട്. ഈഴവ തീയ ബില്ല വിഭാഗത്തിൽ 82 പേരാണുള്ളത്. അടുത്തത് SC വിഭാഗത്തിൽ 47 പേര്, ST വിഭാഗത്തിൽ 47 പേര്, മുസ്ലിം വിഭാഗത്തിൽ 70 പേര്, അതുപോലെ LC or AI വിഭാഗത്തിൽ 18 പേര്, വിശ്വകർമ്മ 17, SIUC നാടാർ 6 പേര്, അതുപോലെ SCCC എത്ര പേരാണ്? 6 പേര്, അതുപോലെ ധീവര 6 പേര്, ഹിന്ദു നാടാർ 6 പേര്, EWS എത്ര പേരാണ്? 32 പേരാണ്. 65.33 മാർക്കാണ് അവസാനം ഉള്ള ഉദ്യോഗാർത്ഥിയുടെ മാർക്ക്. അപ്പം ഇന്ന് തന്നെ എല്ലാ ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണാം. ആദ്യമായിട്ട് വന്നത് വയനാട് ജില്ലയുടേതാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം LDCയുടെ റാങ്ക് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്യുന്നു. എത്രയോ ഉദ്യോഗാർത്ഥികൾ ഇതിനുവേണ്ടി വർഷങ്ങളോളം പഠിച്ച് പല ജില്ലയിലും പല രീതിയിലുള്ള എക്സാം ആയിരുന്നു. വയനാട് ജില്ലയുടെ പരീക്ഷ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ജില്ലയിലേക്കാട്ടും കുറച്ചും കൂടി സിമ്പിൾ പരീക്ഷയായിരുന്നു. സിമ്പിൾ എന്ന് വെച്ചാൽ നിലവാരം ഉണ്ടായിരുന്നു, എന്നാലും മറ്റുള്ള ജില്ലയെ അപേക്ഷിച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു പരീക്ഷയായിരുന്നു വയനാട് ജില്ലയുടെ. ഏകദേശം 1 വേർഡ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ തന്നെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു പല ചോദ്യങ്ങളും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കട്ട് ഓഫ് കൂടാനിടയായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വയനാട് കട്ട് ഓഫ് വന്നത് 50.33 മാർക്കായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, 67.67 മാർക്കാണ്. അതായത് 17 മാർക്കിൻ്റെ ഡിഫറൻ്റ് ആണ്. കഴിഞ്ഞ 2021 LDCയും 2024 LDCയും സംബന്ധിച്ചിടത്തോളം അത്രയും മാർക്കിന് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷ സിമ്പിളായി കഴിഞ്ഞാൽ എങ്ങനെയായാലും കട്ട് ഓഫ് കൂടും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവും. അപ്പോൾ തീർച്ചയായും ഈ ഒരു ചാനലിലൂടെ ഇനിയുള്ള ജില്ലയുടെ അപ്ഡേഷൻസ് തീർച്ചയായും ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ള ജില്ലകളൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.